പ്രീമിയം ഫോൺസ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മൾ മൈൻഡ് ചെയ്യുന്ന രണ്ട് ബ്രാൻഡാണ്, ഒന്ന് ആപ്പിളും പിന്നെ സാംസങ്. സോ സാംസങ്ങിൻ്റെ തന്നെ ഒരു ക്ലാസിയും ഹാൻഡിയും ആയിട്ടുള്ള S23 ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാവുന്നത്. നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത് മൈജി എന്നാണ്. സോ മൈജിയിൽ നിങ്ങൾ പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ കൂടാതെ തന്നെ ഒരു സ്ക്രീൻ കാർഡും അതുപോലെ തന്നെ ഒരു പൗച്ചും പിന്നെ ഒരു ആൻഡ്രോയിഡ് വാച്ചും പിന്നെ അഡാപ്റ്ററും കിട്ടുന്നതാണ്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. കൂടുതലൊന്നും പറയാൻ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. ബോക്സിൻ്റെ കൂടെ വരുന്നത് വെച്ചാൽ കേബിളും അതുപോലെ തന്നെ സിം ഇജക്ടറും പിന്നെ മാനുവൽ ബുക്കും മാത്രമാണ്. മൈജിന്ന് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു അഡാപ്റ്റർ ഫ്രീ ആയിട്ട് കിട്ടി. അല്ലെങ്കിൽ നിങ്ങൾ പുറത്തുനിന്ന് എവിടെ നിന്ന് എടുക്കുകയാണെങ്കിൽ 1300 കൊടുത്തിട്ട് ഈ ഒരു ഫാസ്റ്റ് ചാർജർ എക്സ്ട്രാ വാങ്ങേണ്ടി വരും. സോ ഇതിൻ്റെ അപ്പിയറൻസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ക്യാമറ ഈ ഒരു സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാം എന്ന് പറയുമ്പോൾ പഞ്ച് ഹോൾ ക്യാമറയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സിം ഇജക്ടർ പിന്നെ ഇവിടെയും സി ടൈപ്പ് പവർ സ്ലോട്ട് ഇവിടെയും അതുപോലെ തന്നെ സ്പീക്കർ അടിയിലാണ് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ഈ ഒരു ലോക്കിംഗ് സിസ്റ്റം ഏകദേശം ഐഫോണിൻ്റെയൊക്കെ ആ ഒരു പാറ്റേൺ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വാട്ടർ റെസിസ്റ്റൻ്റ് ഉണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാൻ വേണ്ടി. ഫസ്റ്റ് നമ്മൾ ഫോൺ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഡിസ്പ്ലേയിൽ നമുക്കൊരു ബ്ലാക്ക് കവർ ഇതിലുണ്ടാവും. സോ അത് നമുക്ക് ആദ്യം റിമൂവ് ചെയ്യാം. 6.1 AMOLED സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഇത് ഗൊറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. ഈ കാര്യങ്ങളിൽ നമുക്ക് ഓൺ ആക്കിയിട്ട് ചെക്ക് ചെയ്യാം. ഡൈനാമിക് AMOLEDയും അതുപോലെ തന്നെ 120Hz റിഫ്രഷ് റേറ്റ് വരുന്നതിന് ഇതിൻ്റെ ഡിസ്പ്ലേ കാണാൻ നല്ല ഭംഗിയാണ്. നമുക്ക് ഇതിൻ്റെ ടച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതിൽ നല്ല സ്മൂത്ത്നെസ്സിൻ്റെ ടച്ച് ചെയ്യുമ്പോൾ അടിപൊളി നല്ല പ്രീമിയം ഒരു ടച്ച് തന്നെയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. മറ്റുള്ള ഫോണിൽ വെച്ചിട്ട് ഈ ഒരു ഫോൺ കിങ് ആയിട്ട് നിൽക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രൊസസ്സറാണ്. ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ക്വാൽക്കൺ സ്നാപ്ഡ്രാഗൺ 8 Gen 2 ആണ്. അതുപോലെ തന്നെ 8GB റാമും ഉണ്ട്. ഇനി ഞാൻ ഏതെങ്കിലും ഒരു 2-3 ആപ്പ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം. സോ ലാഗ് ഒന്നുമില്ല, അത്യാവശ്യം നല്ല റെസ്പോൺസ് ടൈം തന്നെയാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ബാറ്ററിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ 3900 mAh ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാനാണെങ്കിൽ എന്തായാലും ഒരു 1 day ഒക്കെ എന്തായാലും നോക്കും. ഈ ഫോൺ എല്ലാവരും പ്രിഫർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ക്യാമറയാണ്. സോ ഇതിൻ്റെ ക്യാമറയെ പറ്റി പറയാനാണെങ്കിൽ ട്രിപ്പിൾ ക്യാമാണ് ഇതിന് വരുന്നത്. അതിൽ 50 MB വൈഡും പിന്നെ അതുപോലെ തന്നെ 12 MB അൾട്രാ വൈഡും 10 MB ടെലിഫോട്ടോയും കൂടിയാണ്. ഇതിൽ നമുക്ക് ഒപ്റ്റിക്കൽ സൂമിങ് 3x വരെ വരുന്നുള്ളൂ. ബട്ട് സാംസങ് S23 അൾട്രയിൽ നമുക്ക് ഒപ്റ്റിക്കൽ സൂമിങ് 10x വരെ ഉണ്ട്. ഇതിൽ ഡിജിറ്റൽ സൂമിങ് 30x വരെ വരുന്നുള്ളൂ. ബട്ട് സാംസങ് അൾട്രയിലാണെങ്കിൽ നമുക്ക് 100x വരെയും അവൈലബിൾ ആണ്. ഒരുവിധ ഫോണിലും ഇല്ലാത്തൊരു ഫീച്ചറാണ്. വേറെ ഒന്നുമല്ല, ഇതിൽ 8K വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ അഡാമുമായിട്ടെടുത്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമിനെ പറ്റി പറയാനാണെങ്കിൽ 12 MB വൈഡ് ക്യാമാണ് വരുന്നത്. ഇതിൽ നമുക്ക് 4K റെക്കോർഡ് ചെയ്യാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ഡ്യുവൽ സിമ്മാണ്, 2 നാനോ സിമ്മേ ഇടാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൽ 128ഉം 256 വരെ ഉള്ളൂ. അതിൽ കൂടുതൽ എക്സ്പാൻഡബിൾ അല്ല. പിന്നെ ഇതിൻ്റെ റാമിനെ പറ്റി പറയാനാണെങ്കിൽ 8GB റാം വരെ ഉള്ളൂ. 12GB റാം ഇതിലില്ല. കമ്പനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇത് ഡസ്റ്റ് റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻറ്റുമാണ്. അല്ലാതെ വാട്ടർ പ്രൂഫ് ആണെന്നല്ല. മാത്രമല്ല ഇത് ഒരു ക്ലിയർ വെള്ളത്തിൽ വീണാൽ മാത്രമേ നമുക്ക് വാട്ടർ റെസിസ്റ്റൻറ്റ് കിട്ടത്തുള്ളൂ. അല്ലാതെ വല്ല ചെളി വെള്ളത്തിലോ ക്ലോറിൻ വെള്ളത്തിലോ വീണാൽ ഫോൺ എന്തെങ്കിലുമൊക്കെ പറ്റും. ഇത്രയും പ്രൈസ് കൊടുത്ത് വാങ്ങിക്കുന്ന ഈ ഒരു ഫോണിന് വല്ല ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ 7 പ്രീമിയം ഫീച്ചേഴ്സ് ഉണ്ട്. അതിലൊന്നാമതാണ് നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ ഫിൽറ്റേഴ്സും മാറ്റാൻ പറ്റും. ഏത് ആപ്പ് ആയിക്കോട്ടെ അതെല്ലാം ഇത് അവൈലബിൾ ആണ്. രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെറ്റിങ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാറ്ററി ആൻഡ് ഡിവൈസ് കെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാറ്ററിയുടെ ഹെൽത്ത് ഇൻക്രീസ് ചെയ്യാനുള്ള കുറേ ഫീച്ചേഴ്സ് അതിൽ കാണും. മൂന്നാമത്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫോണിൽ തന്നെ കുറേ വിഡ്ജറ്റ്സ് കിട്ടും.
സോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ സ്ക്രീൻ നിങ്ങളുടെ രീതിയിൽ ഇഷ്ടമായിട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നാലാമത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഡിസ്പ്ലേയുടെ തന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ വല്ല കോൾ വന്നിരുന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് കമാൻഡ് വെച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ അഞ്ചാമത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ ഈ ഫോട്ടോസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയതാണ്. വേറൊന്നുമല്ല, നമുക്ക് തന്നെ ക്യാമറ ഷോർട്ട് കട്ട് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ആറാമത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഇതിൻ്റെ ഫോട്ടോസൊക്കെ റോ ഫോർമാറ്റിൽ നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. സാധാരണ ഇത് SLRലൊക്കെ വന്നതാണ്. ഇതിൻ്റെ ഉപകാരം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മൾ വല്ല പ്രീമിയത്തിൽ അല്ലെങ്കിൽ ഫോട്ടോഷോപ്പിലൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല HDയോട് തന്നെ ആ ഫോട്ടോ കിട്ടും. സോ ഇതിൻ്റെ ഏഴാമത്തെ ഫീച്ചർ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, UI 5.1ൻ്റെ കുറച്ച് യൂസസ് ആണ്. സോ നമുക്കൊരു പിക്ചറിൽ നിന്ന് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ മാത്രം നമുക്ക് പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യാൻ പറ്റും. ബട്ട് ഇത് ഓൾറെഡി ഐഫോൺ ഇറക്കിയതാണ്. സോ ഇതെല്ലാം കാണിച്ചിരിക്കുന്നത് വെച്ചാൽ S20 FE പിന്നെ S23 ക്യാമറ ഫീച്ചേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് ഗോ.